ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ പ്രതിസന്ധികളായാലും, നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ തടസ്സങ്ങളായാലും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം വിളിക്കേണ്ടത് നമ്മുടെ ഗണപതി ഭഗവാനെയാണ്. അപ്പോൾ ആ ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ട് നമുക്ക് ഒരു മന്ത്രമാണെന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആർക്കും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ചിലപ്പോൾ വീട് വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നമുക്കത് നടക്കുന്നില്ല, തടസ്സങ്ങൾ നേരിടുകയാണ്. അപ്പോൾ അതുപോലെ അതല്ലെങ്കിൽ നമുക്ക് വാഹനം വേണം, അതല്ലെങ്കിൽ നമുക്ക് വിവാഹം നടക്കുന്നില്ല, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ, അങ്ങനെ എന്ത് തരത്തിലായാലും നമ്മുടെ വീട്ടിൽ നമ്മളെ ഇങ്ങനെയൊരു പ്രശ്നം നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ വീടിനടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ, അതായത് ഗണപതിക്കായിട്ട് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ അടുത്ത് ഗണപതി ക്ഷേത്രങ്ങളായിട്ടില്ലെങ്കിൽ പോലും ഏത് ക്ഷേത്രത്തിലും ഗണപതിക്കൊരു പ്രത്യേക സ്ഥാനം ഉണ്ടായിരിക്കുന്നതാണ്. അവിടെ നമുക്കൊരു ഗണപതി ഹോമം വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ നടത്തുന്നത് ഉത്തമമായിരിക്കും. അതൊരു 3 ആഴ്ചയിലല്ല 3 ആഴ്ച അടുക്ക ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കേതുർ ദോഷമൊക്കെ കൊണ്ട് വളരെയധികം ദുഃഖം അനുഭവിക്കുകയാണെങ്കിൽ ഗണപതി ഭഗവാന് ശനിയാഴ്ച ദിവസങ്ങളിൽ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം എഫക്റ്റ് ആയിരിക്കും. അതായത് വളരെ പെട്ടെന്ന് തന്നെ ആ ദോഷങ്ങളൊക്കെ നീങ്ങി നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറി നമ്മുടെ വിചാരിക്കുന്ന കാര്യം എത്രയും പെട്ടെന്ന് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗണപതി ക്ഷേത്രത്തിൽ, അതായത് ഒക്കുമെന്നുള്ളവർ കഴിവതും നമ്മുടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ പോകാൻ ശ്രമിക്കുക. അവിടെ പോയി നമ്മൾ ഉണ്ണിയപ്പം വഴിപാടുകൾ നടത്തുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഒക്കെ ഉണ്ട് ഭഗവാൻ മാറ്റി തരുന്നതായിരിക്കും. ഭഗവാൻ ഉണ്ണിയപ്പം വഴിപാടായിട്ട് നേരുക, അത് വളരെയധികം നമുക്ക് ഗുണം ചെയ്യാം. പിന്നെ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു വർഷത്തിൽ ഒരു വട്ടമെങ്കിലും നമ്മളൊരു ഗണപതി ഹോമം നടത്താറുണ്ട്. വീട്ടിലെന്ന് വെച്ചാൽ നമ്മൾ പറയും ചിലപ്പോൾ നമ്മൾ നോൺ വെജൊക്കെ എടുക്കുന്നുണ്ടെന്നൊക്കെ, പക്ഷേ അതൊന്നും പ്രശ്നമില്ല. അതൊക്കെ നമുക്ക് കുറച്ച് ദിവസം, ഒരു 3-4 ദിവസമൊക്കെ നമ്മളതൊന്ന് വീട് ഫുള്ള് ഒന്ന് ക്ലീനാക്കി, ചാണകമൊക്കെ ചാണക വെള്ളമൊക്കെ തിളയ്ക്കുക, അല്ലെങ്കിൽ തുളസി വെള്ളം തിളയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് ഒരു 4 ദിവസം നമ്മൾ വ്രതമായിട്ടിരുന്നിട്ട് 5-ാമത്തെ ദിവസം നമുക്ക് വീട്ടിൽ ഉറപ്പായിട്ടും ഗണപതി ഹോമമൊക്കെ നടത്താം. അതൊന്നും പ്രശ്നമില്ല. നമ്മുടെ മനസ്സാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഗൃഹത്തിൽ നോൺ വെജ് കഴിവതും ഒഴിവാക്കിയിട്ട് ആ 4 ദിവസം നമ്മൾ വ്രതം പോലെ എടുത്ത് 5-ാമത്തെ ദിവസം നമുക്ക് ഗണപതി ഹോമം നടത്തുക. വീട്ടിൽ നമുക്ക് എന്ത് തരത്തിലുള്ള തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ ഗണപതി ഭഗവാൻ നീക്കി തരിക. അതുപോലെ തന്നെ ആ വീടിന് തന്നെ ഒരു പ്രൊട്ടക്ഷൻ, ഭഗവാന്റെ ഒരു അനുഗ്രഹം വർഷം എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് ഒക്കുമെങ്കിൽ വർഷം തോറും നടത്താൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് മാസം തോറുമൊക്കെ നടത്താൻ ബുദ്ധിമുട്ടുള്ളവർ വർഷത്തിലൊരു പ്രാവശ്യം നടത്തിയാൽ മതിയാകും. അത് വളരെയധികം ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എന്ത് കാര്യത്തിനും നമ്മളിപ്പം പോവുകയാണ്, ഇപ്പം നമുക്ക് ഒരു വിദ്യയുടെ കാര്യത്തിനോ അല്ലെങ്കിൽ വിഗ്രഹം വെക്കുന്നതിൻ്റെ ഒരു കാര്യം, എന്ത് കാര്യത്തിനും നമ്മൾ ഇറങ്ങുന്നുവോ, എന്ത് കാര്യത്തിന് ഉദ്ദേശിച്ച് ഇറങ്ങുന്നോ, നമ്മൾ ഗണപതിയെ ഒന്ന് മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചോളൂ. ഓം ഗം ഗണേശായ നമ എന്ന മന്ത്രം ഒരിക്കലും കൈവിടാതെ കഴിവതും ഒരു 108 പ്രാവശ്യം ജപിക്കുക. നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഒരു 21 പ്രാവശ്യം ജപിക്കുക. പിന്നെ പോകുന്ന വഴിക്കൊക്കെ ഒക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾ ജപിച്ചുകൊണ്ടേ ഇരിക്കുക. ആ നിങ്ങൾ എന്ത് കാര്യത്തിനാണോ പോകുന്നത് അത് വളരെയധികം മംഗളമായിട്ട് തന്നെ അത് നടക്കുന്നതായിരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഗണപതി ഭഗവാനെ നമ്മൾ കഴിവതും പ്രീതിപ്പെടുത്തുക. അതുമൂലം നമ്മുടെ എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും നമ്മുടെ കഷ്ടതകളും ഒക്കെ ഭഗവാൻ മാറ്റി നമുക്ക് സർവ്വ ഐശ്വര്യങ്ങൾ തരുന്നതായിരിക്കും. ഇപ്പം ഓം ഗം ഗണേശായ നമ എന്ന ഈ മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ്. ഇതുകൂടാതെ ഓം ഗണേശായ നമ എന്ന മന്ത്രം ജപിക്കാം. അങ്ങനെ ഗണപതി ഭഗവാൻ ഒത്തിരി മന്ത്രങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒക്കുന്നത് ചെറിയ മന്ത്രങ്ങളാണല്ലോ. ഓം ഗം ഗണേശായ നമ, ഇതൊന്നും നമുക്ക് ഒത്തിരി പഠിച്ചൊന്നും വെക്കേണ്ട കാര്യമില്ല, നമുക്ക് അപ്പം തന്നെ ബൈഹേർട്ടാവുന്നതാണ്. അപ്പോൾ അത് നമ്മളൊരു 108 പ്രാവശ്യം ജപിക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ധൃതി വെച്ച് പോവുക. അപ്പോൾ എന്നാലും നമുക്ക് ആ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു 21 പ്രാവശ്യം ജപിക്കുക. മനസ്സിൽ ഭഗവാനെ കൊണ്ടുവന്ന് അങ്ങനെ ജപിക്കുക. അതിനുശേഷം പോകുന്ന വഴിക്കൊക്കെ ഒക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള ടെൻഷൻസ് എല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോകും. ഭഗവാനെ മനസ്സിൽ മുറുകെ പിടിച്ചുള്ളൂ. നിങ്ങൾ എന്ത് കാര്യത്തിന് പോകുന്നോ അത് ഉറപ്പ് അത് നടന്നിരിക്കും. അതെല്ലാം നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോളൂ. അപ്പോൾ എല്ലാവർക്കും എല്ലാ തരത്തിലും ഉള്ള അനുഗ്രഹം ഭഗവാൻ തരട്ടെ എന്ന് ആശംസിക്കുന്നു.